കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന BCA സെക്കൻഡ് സെമസ്റ്ററിൽ കവർ ചെയ്യുന്ന MCS 202 കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന സബ്ജക്റ്റിൻ്റെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ലേൺവൈസിൽ ഇതിന് മുന്നേ പ്രീവിയസ് ഇയേഴ്സിൽ ഒരു 4 സൈക്കിളിലായിട്ട് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്ന സീരീസ്. അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിസിൽ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഏതൊക്കെ മേഖലകളാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്, ഇനി വരാൻ പോകുന്ന എക്സാംസിന് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, ഇതിൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നത്തെ ഈ ഒരു സീരീസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സിലബസ് മാപ്പിങ്ങിൻ്റെ കേസിൽ ബ്ലോക്ക് വൈസ് മാപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, ഓരോ ബ്ലോക്ക് വൈസും ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടൻസ്, ഹിസ്റ്റോറിക്കൽ റെലവൻസിൻ്റെ ബേസിസിൽ ഇൻഡെപ്ത് ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അതുപോലെ എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് പ്രീവിയസ് ഇയറിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഈ ഏരിയാസ് ഡിസ്കസ് ചെയ്യും. ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ, അതായത് പാസ് പേപ്പേഴ്സിൻ്റെ ബേസിസിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഇനിയും വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, അതാണ് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി വരാൻ പോകുന്ന എക്സാമിന് അക്സെപ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. ദെൻ മോഡൽ ആൻസർ ആൻഡ് മാർക്കിംഗ് സ്കീം, അത് നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ബേസിസിൽ നമ്മളിത് ആൻസർ ചെയ്തതിന് ശേഷം ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമ്മൾ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ഇമ്പോർട്ടൻസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 വോൺ ന്യൂമാൻ വേഴ്സസ് ഹാർഡ്വേർഡ് ആർക്കിടെക്ചർ. അപ്പോൾ സൈക്കിളിൽ നോക്കുവാണെങ്കിൽ ഒരു 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, റെലവൻസ് മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, CPU കമ്പോണൻസ് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ ലെവൽ ഓഫ് റെഫറൻസ് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 നമ്പർ കൺവേർഷൻസ് ആൻഡ് കോംപ്ലിമെന്റ്സ്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ASCII UTF എൻകോഡിംഗ് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 എറർ ഡിറ്റക്ഷൻ, പാരിറ്റി ചെക്കിംഗ് ഒക്കെ ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് 1 ടൈംസ് ആണ് ചോദിച്ചേക്കുന്നത്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 കാർനോ മാപ്പ്, K മാപ്പ്, മിനിമൈസേഷൻ 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ദെൻ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 3 ബൂളിയൻ ഓൾജിബ്ര, അതിന്റെ സിംപ്ലിഫിക്കേഷൻ, അതിൽ SOP POS 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 1 തന്നെ വരുന്നതാണ് യൂണിറ്റ് 3 മൾട്ടിപ്ലക്സിംഗ് ഡീകോഡർ ഡിസൈൻ 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. യൂണിറ്റ് 3 അഡ്രസ് ആൻഡ് കോമ്പിനേഷണൽ സർക്യൂട്ട്, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയ ആണ്. ദെൻ യൂണിറ്റ് 4 കൗണ്ടേഴ്സ് ആൻഡ് രജിസ്റ്റേഴ്സ്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 4 ലാച്ചസ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, SR JK ഫ്ലിപ്പ് ഫ്ലോപ്പ് 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം ടൈപ്പ് ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ യൂണിറ്റ് 5 ഡിസ്ക് ഓർഗനൈസേഷൻ, CLV വേഴ്സസ് CAV ആക്സസ് ടൈം 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. യൂണിറ്റ് 5 മെമ്മറി ഹൈറാർക്കി, അതിൽ SRAM DRAM 3 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ആ ഒരു ഏരിയയിൽ. ദെൻ യൂണിറ്റ് 5 SSD HDD, അതിൽ സെക്കൻഡറി സ്റ്റോറേജ് 1 ടൈംസ് ചോദിച്ചു, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ദെൻ യൂണിറ്റ് 6 ക്യാഷ് മാപ്പിംഗ്, അതിൽ ഡയറക്റ്റ് സെറ്റ് അസോസിയേഷൻ
4 times ചോദിച്ചിട്ടുണ്ട്, low level of importance. Then block 2 unit 6 cash policies and design locality, 1 time ചോദിച്ചിട്ടുണ്ട്, low level of importance. In unit 6 associative interleaved virtual memory, 1 times ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി യൂണിറ്റ് 7 interrupt driven input output, 5 times ചോദിച്ചിട്ടുണ്ട്, medium level of importance. Then unit 7 DMA input output interface IOPs, 4 times low level of importance. Unit 7 programmed input output, 3 times used, low level of importance. Unit 8 input output devices, printers, scanners, displays, 5 times ചോദിച്ചിട്ടുണ്ട്, medium level of importance. ഇനി ബ്ലോക്ക് 3ലേക്ക് പോവാണ്. യൂണിറ്റ് 10 മൈക്രോ ഓപ്പറേഷൻ, അതിൽ RTL arithmetic logic shift, 4 times ചോദിച്ചിട്ടുണ്ട്, low level of importance. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 10 ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് എക്സിക്യൂഷൻ സൈക്കിൾ, 2 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി യൂണിറ്റ് 10 ALU ഓർഗനൈസേഷനും നമുക്ക് പാസ് പേപ്പേഴ്സിൽ ചോദിച്ചായിട്ട് കാണാം. ദെൻ യൂണിറ്റ് 11 കൺട്രോൾ യൂണിറ്റ്, അതിൽ ബിൽഡ്സ്, ഹാർഡ്വേർഡ്, മൈക്രോ പ്രോഗ്രാംഡ്, ആ ഏരിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 12 റിസ്ക് വേഴ്സസ് സിസ്ക്, ലാർജ് രജിസ്റ്റർ ഫയൽ, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്, 6 times ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 12 പൈപ്പ് ലൈനിങ്, ഇൻസ്ട്രക്ഷൻ ഓർ അരിത്തമെറ്റിക്, 3 times ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 9 അഡ്രസ്സിംഗ് മോഡ്സ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, 6 times മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി യൂണിറ്റ് 9 ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് ആൻഡ് കമ്പോണൻസ്, 1 time ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 4ലേക്ക് പോവാണ്. യൂണിറ്റ് 13 8086 ആർക്കിടെക്ചർ, segments and flags, 7 times medium level of importance. Unit 30 8086 addressing or data transfer instruction, 3 times low level of importance. In unit 14 COM versus EXE programs, 3 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 4 തന്നെ യൂണിറ്റ് 14 അസംബ്ലി ഇൻപുട്ട് ഔട്ട്പുട്ട്, അതുപോലെ ഡോസ് കോൾസ്, 1 time ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 15 അസംബ്ലി പ്രോഗ്രാംസ്, അതിൽ അറേ, ലൂപ്പ്, കൺവേർട്ട്, 5 times ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 15 പ്രൊസീജിയർ, സ്റ്റാക്ക്, അതിൽ ഫാർ, നിയർ, ഈ ഓപ്പറേഷൻസിനെ പറ്റിയിട്ട് 1 time ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി യൂണിറ്റ് 16 വെക്ടർ അറേ പ്രോസസിംഗ്, മൾട്ടി പ്രോസസർ, 3 time ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി യൂണിറ്റ് 16 ക്യാഷെ കൊഹിറൻസ്, മൾട്ടി കോർ, 1 time ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടൻസ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച ബ്ലോക്ക് 1 ആണ്, ദെൻ ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 3, ബ്ലോക്ക് 4 എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ ഹീറ്റ് മാപ്പ് സമ്മറി കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് ഓവറോൾ ഫ്രീക്വൻസിയുടെ ബേസിസിൽ. നമ്പർ കൺവേർഷൻസ് ആൻഡ് കോംപ്ലിമെന്റ്സ്, യൂണിറ്റ് 2 നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് പാസ് പേപ്പർ കമ്പൽസറി ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വൺ കൗണ്ടേഴ്സ് ആൻഡ് രജിസ്റ്റേഴ്സ്, യൂണിറ്റ് 4 റെക്കറിംഗ് ഡിസൈൻ ഓർ എക്സ്പ്ലെയിൻ ഐറ്റം. തേർഡ് വൺ 8086 ആർക്കിടെക്ചർ, അത് സെഗ്മെന്റ്സ് ആൻഡ് ഫ്ലാഗ്, യൂണിറ്റ് 13 ചോദിച്ചിട്ടുള്ളതാണ്. റുട്ടീൻ ഷോർട്ട് ലോങ് ആൻസർ, ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ബോൺ ന്യൂമാൻ വേഴ്സസ് ഹാർഡ്വേർഡ്, യൂണിറ്റ് 1 ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്ത്. സെക്കൻഡ് വൺ നമ്പർ കൺവേർഷൻസ് ആൻഡ് കോംപ്ലിമെന്റ്സ്, യൂണിറ്റ് 2 ലാച്ചസ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതിൽ SR JK ഫ്ലിപ്പ് ഫ്ലോപ്സ്, യൂണിറ്റ് 4 ചോദിച്ചിട്ടുള്ളതാണ്. അതിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എക്സിറ്റേഷൻ ടേബിൾസ്, ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്ന കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അപ്പം ടിപ്പിക്കലി നമുക്ക് വരുന്നത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും, വിത്ത് ഓർ വിത്തൗട്ട് ഡയഗ്രാം. അതിൽ 100 to 200 വേർഡ്സിലാണ് ഒരു 5 to 10 മാർക്ക് ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത്. ഡയഗ്രാംസ് ആഡ് ചെയ്യേണ്ടടുത്ത് ഡയഗ്രാം, ലേബിൾഡ് ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യുക. അതിൽ കൺസെപ്ഷൻ എക്സ്പ്ലനേഷൻ കൊടുക്കുക, കമ്പാരിസൺ വരുന്നിടത്താണ് അത് കൊടുക്കുക. ബ്ലോക്ക് ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണെങ്കിൽ അതും കൊടുത്ത് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. എക്സാമ്പിൾ ആണ് വോൺ ന്യൂമാൻ, അതുപോലെ ഹാർഡ്വേർഡ്, ക്യാഷ് സ്കീംസ്, ബിൽസ്, കൺട്രോൾ, ഈ ഏരിയാസ് ഒക്കെ. ഇനി ന്യൂമറിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 5 to 8 മാർക്ക്, അതിൽ 90 to 150 വേർഡ്സിൽ വരും. യൂണിറ്റ്, അസംഷൻസ്, ഈ ഏരിയാസ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആയിരിക്കും. ഇനിയും കെ മാപ്പ്, അതുപോലെ തന്നെ ഡിസൈൻ ആൻഡ് ലോജിക് സിന്തസിസ്, ടിപ്പിക്കലി ഒരു 5 to 8 മാർക്കിനാണ് കവർ ചെയ്യുന്നത്. 80 to 120 വേർഡ്സിൽ കൊടുക്കണം. അതിൽ വരുന്നതാണ് കെ മാപ്പ്, മിനിമൽ സർക്യൂട്ട്സ്,
SOP, POS, minimization ഒക്കെ. ഇനി അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ടിപ്പിക്കലി 5 to 7 മാർക്കിന് വരും, 70 to 120 വേർഡ്സിൽ. അതിൽ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ASCII, BCD കൺവേർഷൻ, .com, .exe. ഈ ഏരിയാസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് 50 to 75 വേർഡ്സിലാണ് എഴുതേണ്ടത്. എക്സ്പ്ലനേറ്ററി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. അതിൽ 3 to 10 മാർക്സ് കവർ ചെയ്യാം. അപ്പം ഒരു 15 to 20 മാർക്സ്, ഒക്കേഷണലി 15 to 20 മാർക്സ് അതിൽ ഇൻ ഡെപ്ത് ആയിട്ട് ഡിഫൈൻ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ഈ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷണൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതിൽ യൂഷ്വലി 5 to 8 മാർക്സിന് ഫോർമുലാസ്, സബ്സ്റ്റിറ്റ്യൂഷൻ, സ്റ്റെപ്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ദെൻ K-മാപ്പ്, ഡിസൈൻ ലോജിക്, അതിൽ ഇവാലുവേറ്റ് സിന്തസിസ് സ്കിൽ, ആ ഒരു ഏരിയയാണ് അതിലൊന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് K-മാപ്പ്, ഗ്രൂപ്പ് ഡ്രിവൺ, മിനിമൽ, SOP, POS, ഈ ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് 5 to 8 മാർക്സിന്. ഇനി 8086 അസംബ്ലി പ്രോഗ്രാമിംഗ്, ഓക്കെ, അതിൽ 5 to 7 മാർക്കിന് ആയിരിക്കും ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പം ഇനി നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 നിന്ന് ഓൾമോസ്റ്റ് ഒരു 7.8% ക്വസ്റ്റ്യന്, ബ്ലോക്ക് 2 17.2% ക്വസ്റ്റ്യൻ, ബ്ലോക്ക് 3 6.25% ഓഫ് ക്വസ്റ്റ്യൻസ്. ഇനി ബ്ലോക്ക് 4 ഓൾമോസ്റ്റ് ഒരു 6% ഓഫ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇവാലുവേഷൻ നോക്കുമ്പോൾ എക്സ്പ്ലനേറ്ററി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഇംപ്രൂവ്മെന്റ് ഒരു ഹൈക്ക് വരുന്നതായിട്ട് കാണാം. K-മാപ്പ്, അതുപോലെ ഡിസൈൻ ലോജിക് സിന്തസിസ്, അതായത് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിലൊരു ഡിപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷനിൽ ഒരു ഇൻക്രീസ് വന്നതായിട്ട്, അസംബ്ലി പ്രോഗ്രാമിങ്ങിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. K-മാപ്പ് ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ഏരിയയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കമ്പൽസറി ക്വസ്റ്റ്യൻ ടൈപ്പിൽ അത് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ 8086 സെഗ്മെന്റ് ഓർ ഫ്ലാഗ് രജിസ്റ്റർ ഓർ കമ്പ്യൂട്ട് ഫിസിക്കൽ അഡ്രസ്, അതായത് ഫിസിക്കൽ അഡ്രസ് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സെക്കൻഡ് വൺ കൺവേർട്ട് ബിറ്റ്വീൻ നമ്പർ സിസ്റ്റം ഓർ കോംപ്ലിമെന്റ്സ്. ഇനി പ്രോഗ്രാംഡ്, തേർഡ് വൺ ആണ് പ്രോഗ്രാംഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് വേഴ്സസ് ഇന്ററപ്റ്റ് ഡ്രിവൺ ഇൻപുട്ട് ഔട്ട്പുട്ട് വിത്ത് ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ. ഫോർത്ത് വൺ K-മാപ്പ് മിനിമൈസേഷൻ ആൻഡ് ഡ്രോ ദ സിംപ്ലിഫൈഡ് ലോജിക് സർക്യൂട്ട്. 9 ടൈംസോളം റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത്ത് വൺ ക്യാഷ് മാപ്പിംഗ്, അതിൽ ഡയറക്റ്റ് അസോസിയേറ്റീവ്, സെറ്റ് അസോസിയേറ്റഡ് വിത്ത് എക്സാമ്പിൾ. ഇനി സിക്സ്ത് വൺ റിസ്ക് വേഴ്സസ് സിസ്ക്, അതിൽ പൈപ്പ് ലൈനിങ്, രജിസ്റ്റർ ഫയർ റിമാർക്സ്. ഇനി CLV വേഴ്സസ് CAV, ഡിസ്ക് ആക്സസ് ടൈം, ഡെഫിനിഷൻ ഓർ കാൽക്കുലേഷൻ. 6 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. എയ്ത്ത് വൺ അഡ്രസ്സിംഗ് മോഡ് വിത്ത് എക്സാമ്പിൾ, അതിൽ ഇമ്മീഡിയറ്റ്, ഡയറക്റ്റ്, രജിസ്റ്റർ, റിലേറ്റീവ് ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ്. 9th one von Neumann versus Harvard with a labeled diagram. 10th one instruction fetch, execution cycle, micro operations. But top 10 recurring questions are 8086 segment or flag register or compute physical address. E type question. Block 4 in the cover unit 13. Appearance 18 times on average 4.9 mark. Convert between number system or complement and show the steps. Block 1 unit 2 14 times ചോദിച്ചിട്ടുണ്ട്, average mark 8. Explain programmed input output versus interrupt driven input output with the flow or a diagram. Block 2 unit 7 ആണ് appearance 10 times ആണ് വരുന്നത്. K-map minimization and draw the simplified logic circuit. Block 1 unit 3 9 times ഓളം ചോദിച്ച question. Explain cache mapping, അതിൽ ഡയറക്റ്റ്, സെറ്റ് അസോസിയേറ്റീവ് വിത്ത് എക്സാമ്പിൾ. ബ്ലോക്ക് 2 യൂണിറ്റ് 6 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 7 ടൈംസോളം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ റിസ്ക് ആൻഡ് സിസ്ക്, കമന്റ് ഓൺ പൈപ്പ് ലൈനിങ് ഓർ രജിസ്റ്റർ ഫയൽ. ബ്ലോക്ക് 3 യൂണിറ്റ് 12 7 ടൈംസോളം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് CLV
and CAV. Compute the disk access time. Block 2, Unit 16. Explain addressing mode with the examples. Immediate direct register addressing mode. Block 3. Unit 9 in the ചോദിച്ച question ആണ് 6 times ഓളം repeat ചെയ്തു വന്നു. Explain von Neumann versus hardware architecture with the labeled diagram. Block 1, Unit 1. 5 times ഓളം ചോദിച്ച question ആണ്. Instruction fetch, execution cycle and required micro operation. Block 3, Unit 10. 4 times ഓളം ചോദിച്ച question ആണ്. ഇപ്പം നമ്മൾ ഇമ്പോർട്ടൻസിന്റെ ബേസിസിൽ ഓരോ ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇപ്പം ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ബേസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ഏരിയാസ് നല്ല രീതിയിൽ കവർ ചെയ്യുക. ഡയഗ്രാംസ്, ഫോർമുലാസ് ഇതൊക്കെ ഉള്ളത് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ ഫിഗർ ഒക്കെ വരുന്ന കേസിൽ ഫോർ എക്സാമ്പിൾ വോൺ ന്യൂമാൻ ഹാർഡ്വേർഡ്, ക്യാഷ് മാപ്പിംഗ്, ബിൽസ് കൺട്രോൾ, കെ മാപ്പ്, ഇതിലൊക്കെ ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി അല്ലെങ്കിൽ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാകും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇപ്പൊ പ്രോബബിലിറ്റി നോക്കുമ്പോൾ നമുക്ക് 70% അതിൽ കൂടുതൽ പ്രോബബിലിറ്റി വരുന്നതാണ് ഏറ്റവും ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ട്. 40 to 69 മീഡിയവും, ലെസ് ദാൻ 40 ലോവും ആണ്. ബ്ലോക്ക് 1, Unit 2 നമ്പർ സിസ്റ്റം ആൻഡ് കോംപ്ലിമെന്റ്സ്, കൺവേർഷൻസ് ഏരിയയിൽ നിന്ന് വരുന്ന അപ്പിയറൻസ് 6 times ആണ്. പ്രോബബിലിറ്റി 85.7, ഹൈലി പ്രോബബിലിറ്റി ഉള്ള ഏരിയ ആണ്. ഈ ബ്ലോക്ക് 1-ലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Unit 3 കെ മാപ്പ്, ലോജിക് മിനിമൈസേഷൻ ആൻഡ് സർക്യൂട്ട്. അപ്പിയറൻസ് 6 times ആണ്. പ്രോബബിലിറ്റി 85.7, ഹൈലി പ്രോബബിൾ ആണ്. Unit 1-ൽ നിന്ന് തന്നെ വോൺ ന്യൂമൻ വേഴ്സസ് ഹാർഡ്വേർഡ് വിത്ത് ഡയഗ്രാം. അപ്പിയറൻസ് 5 times, പ്രോബബിലിറ്റി 71.4. ഇനിയും Unit 4 ലാച്ചസ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, SR, JK ഫ്ലിപ്പ് ഫ്ലോപ്സ്. അപ്പിയറൻസ് 4 ആണ്. പ്രോബബിലിറ്റി 57.1, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി Unit 4 കൗണ്ടേഴ്സ് ആൻഡ് രജിസ്റ്റേഴ്സ്. അത് അപ്പിയറൻസ് 5 ആണ് വരുന്നത്. പ്രോബബിലിറ്റി 71.4, ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 1-ൽ നിന്ന് തന്നെ Unit 2 ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ 3 times ചോദിച്ചിട്ടുണ്ട്. 42.9% ഓഫ് ഇമ്പോർട്ടൻസ് വരും, പ്രോബബിലിറ്റി വരും, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Unit 6 ക്യാഷ് മാപ്പിംഗ്. അതിൽ ഡയറക്റ്റ്, സെറ്റ് അസോസിയേറ്റീവ് 5 times ചോദിച്ചിട്ടുണ്ട്. 71.4 ആണ് പ്രോബബിലിറ്റി. ഇനി Unit 6 ക്യാഷ് പോളിസീസ് ആൻഡ് ലൊക്കാലിറ്റി, റൈറ്റ് പോളിസി, ലൊക്കാലിറ്റി 4 times, 57.1. ഇനി Unit 5 ഡിസ്ക് ഓർഗനൈസേഷൻ. അതിൽ CLV വേഴ്സസ് CAV, ആക്സസ് ടൈം 4 times, 57.1%. ഇനി Unit 7 പ്രോഗ്രാംഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് വേഴ്സസ് ഇന്ററപ്റ്റ് ഡ്രിവൺ ഇൻപുട്ട് ഔട്ട്പുട്ട് 6 times, 85.7 പ്രോബബിലിറ്റി ഒരു ഹൈലി പ്രോബബിൾ ആണ്. ഇനി Unit 7 DMA ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസർ കോൺട്രാസ്റ്റ് 5 times, 71.4%, ഹൈലി പ്രോബബിലിറ്റി ഉണ്ട്. ഇനി ബ്ലോക്ക് 3-ലേക്ക് പോകുമ്പോൾ Unit 9 അഡ്രസ്സിംഗ് മോഡ്സ് വിത്ത് എക്സാമ്പിൾസ് 6 times ചോദിച്ചിട്ടുണ്ട്. 85.7, ഹൈലി പ്രോബബിൾ ആണ്. ഇനി Unit 10 അതിൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച്, എക്സിക്യൂഷൻ ആൻഡ് മൈക്രോ ഓപ്പറേഷൻസ് 4 times ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് 57.1% പ്രോബബിലിറ്റി ഉള്ള ഏരിയ ആണ്. ഇനി Unit 11 ബിൽസ്, ഹാർഡ്വേർഡ് വേഴ്സസ് പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് 4 times, 57.1 പ്രോബബിലിറ്റി. ഇനി Unit 12 റിസ്ക് വേഴ്സസ് സിസ്ക് പൈപ്പ്ലൈനിങ് 4 times 57.1% ഓഫ് പ്രോബബിലിറ്റി. ഇനി ബ്ലോക്ക് 4-ൽ Unit 13 8086 ആർക്കിടെക്ചർ, സെഗ്മെന്റ്സ്, ഫ്ലാഗ്സ്, ഫിസിക്കൽ അഡ്രസ് 6 times ചോദിച്ചിട്ടുണ്ട്. 85.7% ഓഫ് പ്രോബബിലിറ്റി. ഇനി Unit 15 അസംബ്ലി പ്രോഗ്രാമിംഗ് പാറ്റേൺ. അതിൽ അറേ, ലൂപ്പ്, കൺവേർട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്
5 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. 71.4% ഓഫ് പ്രോബിലിറ്റി. ഇനി യൂണിറ്റ് 16 ക്യാഷ് കൊഹിറൻസ് മൾട്ടി കോർ ആ ഒരു ഏരിയയിൽ നിന്ന് 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 28.6% ഓഫ് പ്രോബിലിറ്റി. ഇനി ബ്ലോക്ക് 2 ആസ്കി UTF എൻകോഡിംഗ് ആൻഡ് എറർ ഡിറ്റക്ഷൻ 2 to 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഒരു 28.6 to 57.1% ഉള്ള പ്രോബിലിറ്റി. അപ്പം ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. നമ്പർ കൺവേർഷൻസ്, കോംപ്ലിമെന്റ്സ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. കെ മാപ്പ്, ലോജിക് മിനിമൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വോൺ ന്യൂമൻ വേഴ്സസ് ഹാർഡ്വേർഡ് ആർക്കിടെക്ചർ ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. കൗണ്ടേഴ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാഷ് മാപ്പിംഗ് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് DMA, ഡയറക്റ്റ് മെമ്മറി ആക്സസ്, അഡ്രസ്സിംഗ് മോഡ്സ്, 8086 segment and physical address, assembly programming, then latches, flip-flops. The medium level of importance. പിന്നെ medium level of importance വരുന്നതാണ് floating point, cache policy and locality, disk, CLV, CAV, then instruction fetch, micro operations. Medium level of importance. Wilks control unit, medium level, risk and system, medium. ക്യാഷ് കൊഹിറൻസ് ലോ ലെവൽ ഓഫ് പ്രോബിലിറ്റിയിൽ വരുന്ന ഏരിയ ആണ്. ഇപ്പം 70% അതിൽ അധികമോ പ്രോബിലിറ്റി വരുന്നതാണ് കൂടുതൽ ഹോട്ട് ടോപ്പിക് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്പർ കൺവേർഷൻ, കെ മാപ്പ്, അഡ്രസ്സിംഗ് മോഡ്സ്, പ്രോഗ്രാംഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് ഇന്ററപ്റ്റ്, 8086 സെഗ്മെന്റ്, DMA, ക്യാഷ് മാപ്പിംഗ്, അസംബ്ലി പ്രോഗ്രാമിംഗ്, കൗണ്ടേഴ്സ് ആൻഡ് രജിസ്റ്റർ, വോൺ ന്യൂമൻ ഹാർഡ്വേർഡ്. അപ്പം നമ്മൾ മെയിനായിട്ട് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ വേണം സ്റ്റഡി പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവാൻ. മീഡിയം ലെവൽ ഓഫ് പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ലാച്ചസ്, ഫ്ലോട്ടിംഗ് പോയിന്റ്, ക്യാഷ് പോളിസീസ്, ഡിസ്ക്, CLV, CAV, ഇൻസ്ട്രക്ഷൻ ഫെച്ച്, കൺട്രോൾ യൂണിറ്റ്, സിസ്ക്, റിസ്ക്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ഫോർമുലാസും ഡെഫിനിഷൻസും ഒക്കെ പഠിച്ചിട്ട് വേണം പോവാൻ. ലോ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ക്യാഷ് കൊഹിറൻസ്, അഡ്വാൻസ്ഡ് മൾട്ടി കോർ ടോപ്പിക്, സം ഡിവൈസ്, ടീച്ച് ഡീറ്റെയിൽസ്, ഈ ഏരിയയിൽ നിന്നൊക്കെ റയറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പം ഇൻസ്ട്രക്ഷൻസ് നോക്കുവാണെങ്കിൽ ടൈം 3 hours ആണ്. മാക്സിമം 100 മാർക്കിന്, വെയിറ്റേജ് 70%. Question number 1 is compulsory and carry 40 marks. Attempt any 3 questions from the question 2 to 5. Each carries 20 mark. First one compulsory question ആണ്. A പാർട്ടിൽ convert the following and show intermediate step. ഇവിടെ നമ്പർ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിനെ സൈൻഡ് 2's കോംപ്ലിമെന്റിലേക്കും അതുപോലെ ഹെക്സാഡെസിമലിലേക്കും മാറ്റണം. അതുപോലെ ലിസ്റ്റ് ഓഫ് നമ്പർ തന്നിട്ടുണ്ട് സെക്കൻഡ് 1 അതിനെ ഡെസിമലിലേക്കും ഒക്ടലിലേക്കും കൺവേർട്ട് ചെയ്യണം. ഇത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 കൺവേർഷൻസിൽ വരുന്ന ടോപ്പിക്കാണ്. ബി പാർട്ടിൽ മിനിമൈസ് എഫ് ഓഫ് എ കോമ ബി കോമ സി കോമ ഡി ആൻഡ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് 1, 2, 4, 7, 11, 13, 15. Using a K-map and draw the neat gate level diagram for the simplified expression. അവിടെ നമ്മൾ ആൻഡ് ഓർ നോട്ട് ഗേറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സി പാർട്ടിൽ എക്സ്പ്ലെയിൻ ദ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ദ മെമ്മറി ഹയറാർക്കി. ഇല്ലുസ്ട്രേറ്റ് വിത്ത് എ ഷോർട്ട് എക്സാമ്പിൾ ഫ്രം ദ പ്രോഗ്രാം ആക്സസ് പാറ്റേൺ. ബ്ലോക്ക് 2 യൂണിറ്റ് 55 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡി പാർട്ടിലെ സിസ്റ്റം ഹാസ് എ 32 KB ക്യാഷ് വിത്ത് 64 byte blocked and 1 MB main memory for direct mapping. Compute the number of line, number of index bit and show the tag index offset split for a 20-bit physical address. ഇത് ബ്ലോക്ക് 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 6 mark ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ ഈ പാർട്ട് ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് അഡ്രസ്സിംഗ് നോട്ട് റൈറ്റ് 1 instruction form and state what effective address or value is used, immediate or direct, register or base plus index.
Block 3, Unit 9 in the question. F part, list the micro operations in a generic instruction fetch cycle. Register, transfer only. A case and indicate which control signal cause memory read and PC update. Block 3, Unit 10 in the 5-mark question. G part, in 8086, compute the physical address for നമുക്ക് രണ്ട് രജിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ ഫിസിക്കൽ അഡ്രസ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഷോ യുവർ വർക്കിംഗ്. H പാർട്ടിൽ ഇത് ബ്ലോക്ക് 4-ലാണ്. H പാർട്ടിൽ റൈറ്റ് എ ഷോർട്ട് 8086 അസംബ്ലി routine to reverse a byte array in place, that is start address node length is CX. Indicate register used and final state of pointers. പോയിന്റേഴ്സിന്റെ ഫൈനൽ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനുള്ളത് ബ്ലോക്ക് 4 യൂണിറ്റ് 15 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, 20 മാർക്കാണ്. എ, വിത്ത് എ നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ വോൺ ന്യൂമൻ ആൻഡ് ഹാർഡ്വേർഡ് ഓർഗനൈസേഷൻ ആൻഡ് കമ്പയർ ദെയർ ഇൻസ്ട്രക്ഷൻ ഡേറ്റ പാത്വേ ടു പ്രിസൈസ് ഡിഫറൻസസ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ടില് എക്സ്പ്ലെയിൻ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷനിലെ സൈന്, കമ്പോണൻസ്, Mandisa basis, convert a small decimal fraction to a normalized binary FP form. Block 1, Unit 2 question. Is E part, draw the characteristics and excitation table of a JK flip-flops and explain how race around is avoided in an edge-triggered design. Block 1, Unit 4. Design a 4x1 multiplexer using basic gates, provide the truth table and labeled logic diagram. Block 1, Unit 3. Question number 320 mark question category വരുന്നതാണ്. A പാർട്ടിൽ define disk access time, give average 6 ms, rotational speed 10,000 rpm, control 0.5 ms and transfer 0.8 ms. Compute the access time and explain each term. Block 2, Unit 5 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ട്, compare programmed input output, interrupt driven input output and DMA in terms of CPU involvement and data rate. State one situation best suited to each. Block 2, Unit 7 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Explain two-way set associative cache mapping for a 64K cache, 32-byte block and 24-byte physical address. Determine set count, set index bits and the tag index offset field. Block 2, Unit 16 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, 20 mark. A പാർട്ടിൽ with one clear example each, explain immediate, direct and register indirect addressing scheme. Identify the effective address or value used in your example. Block 3, Unit 9 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. B part, using RTL, show register transfer arithmetic and shift micro operation for computing R1 plus R2 gives R3 shift operators 1. Indicate bus use if any. Block 3, Unit 10 question. C part, distinguish between hardware and microprogrammed control. Sketch a minimal with control organization and state the role of control memory. Block 3, Unit 11 question. D part, list 4 silent differences between RISC and CISC. Explain how a large register file aids procedure called. Block 3, Unit 12 question. Then question number 5, 20 mark question. Explain the role of a bus interface unit, BIU, and execution unit, EU, in 8086. List 2 operations promptly handled by each. Block 4, Unit 30. B part, state the process of int 21h and give 2 service examples, 1 input and 1 output with the register conversion only. Block 4, Unit 14. C part, write an 8086 assembly routine that convert to ASCII digit
non-memory location into a single packed BCD byte at a destination block destination label block 4 unit 50 question ആണ്. D part, define cache coherence and mention one scenario where coherence become critical in a shared memory multi processor block 4 unit 16 ചോദിച്ച question ആണ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഇതിന്റെ മാർക്കിംഗ് സ്കീം ആപ്പിൽ അവൈലബിൾ ആണ്, അത് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരു 3 ടൈംസിൽ ഒന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോവാൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെർൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.